നമസ്കാരം NGO പാർട്ട്നേഴ്സ്. ഇന്ന് നമ്മൾ നമ്മളുടെ വൺ NGO ക്രിയേറ്റഡ് വെബ്സൈറ്റിന്റെ പാസ്വേഡും മറ്റു ഡീറ്റെയിൽസും എങ്ങനെ വാട്സപ്പിലൂടെയും ജിമെയിലൂടെയും കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഒരുപാട് NGOs എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, പാസ്വേഡും മറ്റു ഡീറ്റെയിൽസും മറന്നുപോയി, കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഞങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഗൂഗിളിൽ പോയിട്ട് വൺ NGO ട്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിലൂടെയാണ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈൻ ഇൻ ഓപ്ഷൻ കാണാം. സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്നുള്ള പേജ് വരും. ഇവിടെ ഇമെയിൽ പാസ്വേഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് സൈൻ ഇൻ ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് നമുക്ക് വാട്സാപ്പിൽ ഈ ഡീറ്റെയിൽസ് കിട്ടും എന്ന് നോക്കാം. വാട്സാപ്പിൽ പോവുക. വാട്സാപ്പിൽ പോയതിനു ശേഷം ആ സെർച്ച് ബാറിൽ വൺ NGO സ്പേസ് പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്ത ശേഷം ഞങ്ങളുടെ ടീം അയച്ച മെസ്സേജ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഈ മെസ്സേജിൽ തന്നെ യൂസർ ID, അതായത് നിങ്ങളുടെ ഇമെയിൽ ID, പാസ്വേഡ്, ഏത് ഫോൺ നമ്പർ ആണോ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് ആ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇങ്ങനെയാണ് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി ജിമെയിൽ, അതായത് നിങ്ങൾ ഈ തന്ന ഇമെയിലിൽ ജിമെയിൽ അക്കൗണ്ടിൽ എങ്ങനെ ഈ ഡീറ്റെയിൽസ് കിട്ടാം എന്നുള്ളത് നോക്കാം. ആ ജിമെയിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം വാട്സാപ്പിൽ നമ്മൾ ചെയ്ത മാതിരി സെയിം സെർച്ച് ബാറിൽ വൺ NGO സ്പേസ് പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചതിന് ശേഷം ഞങ്ങളെ ടീം ഷെയർ ചെയ്ത ആ മെയിൽ വന്നിട്ട് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് യൂസർ ID, പാസ്വേഡ്, ആ സെയിം ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാം ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി. ഈ ഇമെയിൽ ID നോട്ട് ചെയ്യുക. ഈ സെയിം പേജിൽ പോയിട്ട് ഈ ഇമെയിൽ എന്നുള്ള സ്ഥലത്ത് ആ ഇമെയിൽ ID നമുക്ക് എൻ്റർ ചെയ്യാം. പാസ്വേഡ് എന്താണെന്ന് നോട്ട് ചെയ്യുക. പാസ്വേഡ് എന്താണെന്ന് നോട്ട് ചെയ്തിട്ട് ആ സെയിം പാസ്വേഡ് വന്നിട്ട് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തന്നിരിക്കുന്ന ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എന്താണെന്ന് നോക്കി എൻ്റർ ചെയ്യാം. അത് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള പേജ് ഫോം ആവുന്നതാണ്. ഈ പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണോ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് വാട്സാപ്പിലും ജിമെയിലും നമ്മളുടെ പാസ്വേഡും മറ്റു ഡീറ്റെയിൽസും കിട്ടുന്നത്. ഇത് ക്ലിയർ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഫർദർ എനി ഡൗട്ട് ഉണ്ടെങ്കിൽ വൺ NGO ടീമിനെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്